ഇന്നത്തെ ഇൻട്രോ ഞാൻ പറയാം. ഓക്കെ, എല്ലാവർക്കും വണ്ടർലസ്റ്റ് ട്രാവൽ മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോണത് ബുള്ളറ്റിൻ്റെ ഷോറൂമിലേക്കാണ്. ബുള്ളറ്റിന് നമുക്ക് ടാങ്കിൽ കുറേ സ്ക്രാച്ചുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ക്രാച്ചുകളൊക്കെ റിമൂവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ബുള്ളറ്റിൻ്റെ ഷോറൂം ഇവിടെ അടുത്ത് തന്നെയുണ്ട്. കറുകുറ്റിയിലാണ് ബുള്ളറ്റിൻ്റെ ഷോറൂം. എന്തായാലും നമുക്ക് ബുള്ളറ്റിൻ്റെ ഷോറൂമിലേക്ക് നീങ്ങാം. 2 ബുള്ളറ്റിനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഒന്ന് 350, ഒന്ന് തണ്ടർബേർഡ് എക്സും കൊണ്ടാണ് പോണത്. ഇത് അളിയൻ്റെ വണ്ടിയാണ്, ഇത് എൻ്റെ വണ്ടി. കറുകുറ്റിയിലുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ്. ഇവിടെ സെയിൽസ് ആൻഡ് സർവീസാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഇവിടുത്തെ സർവീസ് അഡ്വൈസറാണ്, ബോണി മച്ചാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് പോയിട്ട് ഇതെന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ എങ്ങനെയാണ് പോളിഷിങ്ങിൻ്റെ വർക്ക് വരുന്നതെന്ന് അകത്തേക്ക് പോകും. അപ്പോൾ എന്തായാലും വണ്ടി അകത്തേക്ക് കൊണ്ടുപോകണം നമ്മൾ. അപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട്. മെക്കാനിക്സാണ് അതൊക്കെ. ഒരുപാട് ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ലിഫ്റ്റ് എല്ലാ വണ്ടികളും ഉണ്ട് അവിടെ. നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ പോകുന്നത് അവിടേക്കാണ്. നമുക്കിപ്പോൾ വന്നതാണ് സ്ക്രാച്ച് ഇതാണ്.
ഇതാണ് അവർ റിമൂവ് ചെയ്ത് തരാമെന്ന് പറയണത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല സ്ക്രാച്ച് ഉണ്ട്. പൂച്ചയോ അതോ കോഴിയോ എന്തോ മാന്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റായിട്ട് പറയണമെങ്കിൽ. ഒരുവിധം നല്ല സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ സർവീസിലേക്ക് എത്തിയേക്കാണ്. ഇത് നമ്മുടെ സർവീസ് ചെയ്യുന്ന ആള് പേരെന്താ? ആദിത്യനാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന് പോളിഷ് ചെയ്യാൻ പോണത്. ഇപ്പൊ എങ്ങനെയാണ് അത് പോളിഷ് ചെയ്യാൻ പോണ രീതി എങ്ങനെയാണ്? വണ്ടിയുടെ ഫെയ്ഡ് കളയും, ചെറിയ സ്ക്രാച്ചുകളൊക്കെ കളയും, ഫെയ്ഡൊക്കെ കളയും. അതിന്റെ സെക്കൻഡ് ലെയർ അടിച്ചിട്ട് ശരിക്കും ഉണങ്ങാനായിട്ട് വെക്കും. സെക്കൻഡ് ലെയർ അടിച്ച് ഉണങ്ങാനായിട്ട് വെക്കും. അതെങ്ങനെ? അത് അത്യാവശ്യം നല്ല സ്ക്രാച്ചുകളൊക്കെ പോകുന്ന ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യണോ? നിങ്ങളുടെ തന്നെ പ്രൊഡക്റ്റ് ആണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പ്രൊഡക്റ്റ് ആണോ? പുറത്തുനിന്നുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ഇതിലേക്ക് കാണാം. ഫസ്റ്റ് കോട്ടിങ് എന്തായാലും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു ഇതൊക്കെ പോയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണത്. ഇനി ഒരു കോട്ടിങ് കൂടി ഉണ്ട്, എന്നാൽ ക്ലിയർ ആയിട്ടില്ല. മൊത്തം നമുക്കെല്ലാം മഡ് ഗാർഡ് അടക്കം എല്ലാം ചെയ്യാനുണ്ട് ഇതിൽ ഓൾറെഡി. ഇത് റോയൽ എൻഫീൽഡിൻ്റെ വീടുകളിൽ പോയിട്ട് സർവീസ് ചെയ്യുന്ന ഒരു പുതിയ സംരംഭം അവർ തുടങ്ങിയതാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടും ഇദ്ദേഹത്തോട് ചോദിക്കാം. എന്താണ് ഇതിനെക്കുറിച്ച്? ഇത് നമ്മുടെ ഒരു ന്യൂ സ്റ്റാർട്ടപ്പാണ്. റോയൽ എൻഫീൽഡ് കംപ്ലീറ്റ്ലി ഇത് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് സർവീസ് ഓൺ വീൽസ് എന്നാണ്. ഇത് നമുക്ക് വീടുകളിൽ ഇപ്പോൾ കസ്റ്റമേഴ്സ് ഇങ്ങനത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും ഷോറൂമുകളിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. കൊറോണയുടെ കാരണം കൊണ്ട് സിറ്റുവേഷനിൽ, കൊറോണ മാത്രമല്ല ഏത് സിറ്റുവേഷനിൽ എല്ലാ കസ്റ്റമേഴ്സും ഇവിടേക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ ഏകദേശം 80% നമ്മുടെ സർവീസ് നമുക്ക് കസ്റ്റമറിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ബുക്കിംഗ് അനുസരിച്ച് കസ്റ്റമർ വീടുകളിലേക്ക് ചെന്ന് അത് ഓൾമോസ്റ്റ് ഒരു 80% സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ ഇതിനെങ്ങനെയാണ് നിങ്ങൾ പ്രൈസൊക്കെ എങ്ങനെയാണ്? നിലവിൽ ഇതിന് നമ്മുടെ നോർമൽ സർവീസ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ എക്സ്ട്രാ ചാർജ് ഇപ്പോൾ നിലവിൽ കസ്റ്റമർ ഷോറൂമിൽ വരുന്നേക്കാളും കൂടുതൽ വരുന്നുണ്ടോ? കൂടുതൽ വരുന്നില്ല. ഇവിടെ വരുന്ന എത്രയാണോ ചാർജ് അത് മാത്രമേ കസ്റ്റമറോട് വേറെ ആവശ്യം വരുന്നുള്ളൂ. കൂടുതൽ നമ്മൾ കസ്റ്റമർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ലോഞ്ച് ചെയ്തേക്കുന്നത്. ഇതിൽ ടൂൾസ് സാധനങ്ങളൊക്കെ കിറ്റായിട്ട് നിങ്ങൾ പോകാം. ടൂൾസ്, ഓയിൽ, എല്ലാ സാധനവും നമുക്ക് ഇതിൽ ആക്സസ് ചെയ്യാം. അവർ പറയുന്ന അനുസരിച്ച് എന്തൊക്കെ മാറ്റണം അതൊക്കെ എല്ലാം നിങ്ങളുടെ വീടുകളിലേക്ക് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ഫസ്റ്റ് ലെയർ കോട്ടിങ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് 95% സ്ക്രാച്ച് നമുക്ക് കാണാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കോട്ടിങ് കൂടെ ഉണ്ട്. അത് കൂടെ ആകുമ്പോൾ 100% കോട്ടിങ് നമുക്ക് ഫിനിഷ് ആവും. ഓക്കെ, യു ക്യാൻ സീ ദ ഗ്ലോസിങ്.
ഏകദേശം ഇതിൻ്റെ ഫസ്റ്റ് കോട്ടിങ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നത് ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ടായി, അതൊക്കെ പോയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് സ്ക്രാച്ചസ് ഉണ്ടായിരുന്നത് ഇവിടെയാണ്. ഇതിപ്പോൾ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം റിമൂവ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് കോട്ടിങ് കൂടി കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. എന്തായാലും ഇനി സെക്കൻഡ് കോട്ടിങ് കൂടി നമുക്ക് ചെയ്യാം. യൂസ് ചെയ്തിട്ടുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. 2 മോഡൽ പോളിഷിങ്ങാണ് ചെയ്തേക്കുന്നത്. ഒരു ഫുള്ളായിട്ടത് പോയിട്ടുണ്ട്. അതുമാതിരി തന്നെ ഫ്രണ്ടിലെ മഡ് ഗാർഡിനും യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇത് പുറത്ത് പോയിട്ട് നമുക്കൊന്നുകൂടി കറക്റ്റായിട്ട് കളറിൽ നല്ല നീറ്റിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തിനാണ് നന്നായിട്ട് ചെയ്തത്. എന്തായാലും നന്നായിട്ടുണ്ട്. എന്നാലും ഞങ്ങളെന്തായാലും മുകളിൽ പോയിട്ട് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പോളിഷിംഗ് ഒക്കെ ഏകദേശം എല്ലാം നല്ല ടോപ്പായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടികൾക്ക് എന്തെങ്കിലും സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതുമാതിരി പോളിഷിംഗ് എല്ലാ കാര്യത്തിനും ഉണ്ടെങ്കിൽ നമ്മുടെ കറുവിലാണ് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമാണ്. ഇത് അവിടുത്തെ സർവീസ് അഡ്വൈസറാണ്. വണ്ടി പോളിഷ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിവേ ഓക്കെ, താങ്ക്സ്. എന്തായാലും നിങ്ങളുടെ അടുത്ത ബ്ലോഗായിട്ട് നമ്മൾ വരുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ അഭിപ്രായങ്ങളും അതിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.